ഈ സ്പോർട്സ് ചെസ് ലോകകപ്പിൽ സെമി ലക്ഷ്യമിട്ട് മലയാളി താരം നിഹാൽ സരീൻ ഇന്നിറങ്ങും. ഇതിഹാസ താരം മാഗ്നസ് കാൾസൺ ആണ് ക്വാർട്ടറിൽ എതിരാളി. ചരിത്ര നേട്ടം സ്വപ്നം കണ്ടാണ് നിഹാൽ ഇറങ്ങുന്നത്. വൈകിട്ട് 5 മണിക്കാണ് സൂപ്പർ പോരാട്ടം. അജിത് ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സംഗീത, ലോക ചെസ്സിൽ ഇന്ത്യൻ ചെസ്സിന്റെ സ്വാധീനം വലുതായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ചും ഒരുപാട് താരങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി ഇന്ത്യൻ ചെസ്സിനെ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാലത്താണ് ഇന്നൊരു സൂപ്പർ പോരാട്ടം ഉണ്ടാകുന്നത്. അത് മാഗ്നസ് കാൾസനും മലയാളിയുടെ അഭിമാനമായ നിഹാൽ സരീനും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ ഈ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള നിഹാലിന്റെ വരവ് തന്നെ വളരെ അപ്രതീക്ഷിതമാണ്. കാരണം ആദ്യ ദിവസം ഇന്ത്യയുടെ തന്നെ അർജുൻ എർഗീസിയോട് പരാജയപ്പെട്ടുകൊണ്ട് അദ്ദേഹം ലൂസേഴ്സ് ബ്രാക്കറ്റിലേക്ക് മാറിയിരുന്നു. ലൂസേഴ്സ് ബ്രാക്കറ്റിൽ 2 കളി അടുപ്പിച്ച് അത് 2 താരങ്ങളോട് ജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അതിൽ അനീഷ് ഗിരിയുമായിട്ടുള്ള മത്സരമായിരുന്നു. അത് 2-0 ഇന്നലെ അദ്ദേഹം വിജയിച്ചു. പിന്നീട് MVL-ലുമായുള്ള മത്സരവും ആദ്യത്തെ കളി ജയിക്കുകയും പിന്നീട് കളി സമനില പിടിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്വാർട്ടർ ഫൈനൽ സാന്നിധ്യം ഉറപ്പിച്ചത് എന്നത് വളരെ പ്രത്യേകതകളുള്ളതാണ്. നമ്മൾക്കറിയാം, ലോക ചെസ്സിന്റെ ഇതിഹാസ താരമാണ് മാഗ്നസ് കാൾസൺ. എല്ലാ ഫോർമാറ്റിലും 1-ാം നമ്പറിലുള്ളതാണ്. റാപ്പിഡിലായിക്കോട്ടെ, ബ്ലിറ്റ്സിലായിക്കോട്ടെ, ക്ലാസിക്കൽ ഫോർമാറ്റിലായിക്കോട്ടെ, എല്ലാ ഫോർമാറ്റിലും 1-ാം നമ്പർ താരമാണ് മാഗ്നസ് കാൾസൺ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരം കൂടിയാണ് മാഗ്നസ് കാൾസൺ. മിഖായൽ താലിനോടോ അല്ലെങ്കിൽ ഗാരി കാസ്പറോയോടോ ബോബി ഫിഷറിനോടോ ഒക്കെ ചേർത്ത് വെച്ച് വായിക്കുന്ന പേരാണ് മാഗ്നസ് കാൾസന്റെ. അത്രത്തോളം ഇതിഹാസ സമാനമായ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. പക്ഷേ ഈ സ്പീഡ് ചെസ്സിൽ അതിൽ വലിയ തരത്തിലുള്ള ആവേശം മുന്നോട്ട് വെക്കുന്ന ആളാണ് നിഹാൽ സരീൻ. ഈ സ്പീഡ് ചെസ്സിന്റെ രാജാവ് എന്നാണ് നിഹാലിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോർമാറ്റിൽ 10 മിനിറ്റുള്ള ഈ ഫോർമാറ്റിൽ നിഹാലിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്.